അളിയാ എടാ കല്യാണത്തിന് നീ വിളിച്ചിട്ട് വന്നില്ല. എനിക്കറിയണല്ലോ എന്റെ ഓരോ തിരക്കുകള്. നീ വന്നല്ലോ വാ. അല്ലടാ എത്ര ദിവസത്തെ പരിപാടിയാ? ഇല്ലടാ കാര്യമായിട്ടൊന്നുമില്ല. നാളെ രാവിലെ ഒരു ഓഡീഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ ഇവിടുന്ന് പോകും. അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഈ പിന്നെ അങ്ങനെ കണ്ടോണത്? എടാ നമ്മളൊക്കെ എങ്ങനെ നടന്നത് നമുക്കല്ലേ അറിയുള്ളൂ. എന്റെ പഴയ അരുണൻ്റെടാ. ആ ഡാ ഡാ ഇതാണ് ആള് മഞ്ജിമ. ഞങ്ങൾ പഴയ ആൾക്കാരാണ്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? കണ്ണട്ടാ ഒന്ന് വരുമോ? എടാ ഒരു മിനിറ്റ്. എന്തേ? കണ്ണട്ട കൂട്ടുകാരനൊക്കെ ശരി, പക്ഷെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കാനൊന്നും നടപടിയാവില്ല. പൊന്നു ഞങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് നമുക്കറിയോ? എങ്ങനെയാണെങ്കിലും പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ ഞാനും കൂടെ ഉള്ളതാ. എടി അവൻ ആളിരിക്കുന്ന സമയത്ത് മാറ്റി സംസാരിക്കേണ്ട കാര്യമാണത്. അനക്കത് അവന്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റുമോ? എന്ത് അനക്ക് ചെയ്യാൻ പറ്റുമോ? വാ കണ്ണട്ട ഞാൻ അങ്ങനെയല്ലോ. ആ അളിയാ ഇവള് പറയണേ കല്യാണം കഴിഞ്ഞതാണ്, പണ്ടത്തെ പോലെ ഫ്രണ്ട്സിനൊന്നും വീട്ടിൽ കയറ്റി താമസിക്കുന്നത് ശരിയല്ല എന്നൊക്കെ. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയൊക്കെ തന്നെയാണ്. ഈ മറ്റുള്ളവരെ വീട്ടിലേക്ക് ഇങ്ങനെ നിൽക്കാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ അണക്കും വേണമല്ലോ കുറച്ച് ഉളുപ്പൊക്കെ. ഒരു ബേക്കറി പോലും കൊണ്ടുവന്നിട്ടില്ല നായി. ഈ ഒരു പണി വിട്ടോ, അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതിലും ബസ് കിട്ടുമായിരിക്കും. ഉണ്ടാവില്ല, വിട്ടോ വിട്ടോ. എന്റെ പഴയ അരുണ് മരിച്ചു. ഈ ശൂർപ്പണൊക്കെ കൊന്നു എന്നാ തോന്നുന്നത്.